അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. വേദിയിലുള്ള UAE ഇസ്ലാഹി സെൻറ്ററിൻ്റെ ആദരണീയരായ ഭാരവാഹികളെ, പ്രമുഖരായ പണ്ഡിതന്മാരെ, സദസ്സിൽ സമ്മേളിച്ചിട്ടുള്ള UAEയുടെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നായി കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരീ സഹോദരന്മാരെ, കേരളീയ സമൂഹത്തിന് മുന്നിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ആദർശാധിഷ്ഠിതമായി പരിചയപ്പെടുത്തിയ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം കേരളീയ സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിനും സംസ്കരണത്തിനും വേണ്ടി വ്യവസ്ഥാപിതമായ ഒട്ടനവധി സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന പ്രസ്ഥാനം കേരള മുസ്ലിങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവാത്മകരമായ പഠന സംരംഭമാണ് ഖുർആൻ ലേണിംഗ് സ്കൂൾ. സാധാരണക്കാർക്കിടയിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ അർത്ഥസഹിതം ഉൾക്കൊള്ളാവുന്ന വിധം QLS സംവിധാനം വളരുകയും വിപുലമാവുകയും പ്രതിവർഷം 10,000-കണക്കിന് ആളുകൾ പരിശുദ്ധ ഖുർആനിൽ പരിജ്ഞാനം നേടുകയും ചെയ്തു വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഈ മഹത്തായ സംരംഭം വിപ്ലവകരമായ വിധം നിർവഹിക്കപ്പെടുന്നുവെന്നത് സന്തോഷകരമാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ വ്യതിരിക്തത എന്ന വിഷയമാണ്. ലോകത്ത് നിലവിലുള്ള ഒട്ടനവധി മതവേദഗ്രന്ഥങ്ങളിൽ നിന്നും മനുഷ്യനിർമ്മിതമായ പഠന ഗവേഷണ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആൻ വ്യതിരിക്തമാകുന്നത് ഒന്നാമതായി അത് ദൈവപ്രോക്തം അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണം എന്നതുകൊണ്ടാണ്. 32-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ അള്ളാഹു അത് വിശദമാക്കുന്നുണ്ട്. തൻസീലു മിൻ റബ്ബിൽ ആലമീൻ, പ്രപഞ്ചനാഥനിൽ നിന്ന് സമർപ്പിതമായ ഒരേയൊരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാകുന്നു. നിലവിലുള്ള മതസമൂഹങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങളായി പരിഗണിച്ചു വരുന്ന ഗ്രന്ഥങ്ങളുടെ രചനകൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പുരോഹിതന്മാരുടെ കരങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ദൈവിക ഗ്രന്ഥത്തിൻ്റെ തനിമയും കൃത്യമായ മാർഗദർശനവും പ്രതിനിധാനം ചെയ്യാൻ ഇത്തരം പുരോഹിത പ്രക്ഷിപ്ത വേദഗ്രന്ഥങ്ങൾക്ക് സാധ്യമല്ല. പരിമിതിയുണ്ട്. ദാർശനികമായ ദുർഗ്രഹത ഒരു വശത്ത്, വിശ്വാസരംഗത്തെ സങ്കീർണതകൾ മറുവശത്ത്, സാൻമാർഗിക രംഗത്തെ അവ്യക്തതകൾ വേറെ ഒരു വശത്ത്, ജീവിതത്തെ സമഗ്രമായി സമൂലമായി സംസ്കരിക്കാൻ സാധിക്കാത്ത ആധ്യാത്മിക പാഠങ്ങളുടെ പരിമിതികൾ വേറെയൊരു വശത്ത്. ഇതൊക്കെ
നിലവിലുള്ള മതവേദ ഗ്രന്ഥങ്ങൾ അനുഭവിക്കുന്ന പരിമിതിയാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളും ആ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വ്യതിരിക്തത നമ്മൾ പഠനവിധേയമാക്കുന്നത്. ഖുർആനിൻ്റെ മോക്ഷദർശനം അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. മനുഷ്യൻ്റെ മോക്ഷമെന്നത് ഐഹിക പ്രധാനമല്ല, പാരത്രിക പ്രധാനമാണ്. ഈ ചെറിയ ലോകത്തെ ജീവിതത്തിൻ്റെ റിസൾട്ടാണ് മരണാനന്തര മോക്ഷം എന്നത്, സ്വർഗപ്രവേശം എന്നത്, ലിഖാ, ദൈവസാമീപ്യം എന്നത്. പരലോക മോക്ഷത്തിന് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായി ലോകത്തെ ഒരു മതവേദ ഗ്രന്ഥത്തിനും വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. എന്താണ് മോക്ഷമാർഗം എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ അത് വളരെ വ്യക്തമാക്കുന്നു. വിശ്വാസവും സൽക്കർമ്മവുമാണ് മാനവിക മോക്ഷത്തിൻ്റെ, പരലോക വിജയത്തിൻ്റെ, സ്വർഗപ്രവേശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. വെറും വിശ്വാസം പോരാ, കർമ്മം അതിൻ്റെ അടിസ്ഥാനമാണ്, മറുപുറമാണ്. വിശ്വാസവും സൽക്കർമ്മവും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ്. വെറും സൽക്കർമ്മവും പോരാ. ഒരു മനുഷ്യൻ തൻ്റെ പ്രകൃതി സഹജമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മ നിരതനായാൽ അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യ പ്രകൃതിയെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് സൽക്കർമ്മത്തോട് രാജിയാകുന്ന സത്യസന്ധമായ ജീവിത സമീപനങ്ങൾ ആസ്വദിക്കുന്ന പ്രകൃതിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയോട് ഇണങ്ങുന്ന ജീവിതം പരമാവധി നയിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക സ്വാഭാവികമാണ്. അവിടെ അവന്റെ മോക്ഷം യാഥാർത്ഥ്യമാവുകയില്ല, പരലോക വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ കർമ്മങ്ങളെ വിശുദ്ധമാക്കാൻ, വിമലമാക്കാൻ മനുഷ്യന് സാധിക്കണം. ഇതാണ് ഖുർആനിന്റെ മോക്ഷദർശനം. ഏകനായ പടച്ചതമ്പുരാനിലുള്ള വിശ്വാസം, അവൻ മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ എന്നുള്ള വിശ്വാസം. മനുഷ്യന്റെ സർവധർമ്മ കർമാദികളിൽ അതിപ്രധാനമായ ആരാധന, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, പ്രണാമങ്ങൾ, പ്രകീർത്തനങ്ങൾ അർപ്പിക്കപ്പെടാൻ അർഹതയുള്ള ശക്തി അള്ളാഹു മാത്രമാണ് എന്ന അടിസ്ഥാനപരമായ തൗഹീദി ദർശനത്തിലൂടെയാണ് മനുഷ്യന്റെ മോക്ഷം, വിശ്വാസം അത് കൃത്യമാകുന്നത്. മരണാനന്തരം ജീവിതത്തിലുള്ള വിശ്വാസം, മാലാഖമാരുടെ നിയോഗത്തെക്കുറിച്ചുള്ള വിശ്വാസം, അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം, നിയോഗിക്കപ്പെട്ട അമ്പിയാക്കൾ, പ്രവാചക പുങ്കവന്മാരെ കുറിച്ചുള്ള വിശ്വാസം, ഇതൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇതോടൊപ്പം കൂടിച്ചേർന്ന് നിൽക്കേണ്ടതാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൽക്കർമ്മങ്ങളോട് രാജിയാകുന്ന സഹജ പ്രകൃതി മനുഷ്യന് നൈസർഗികമാണ്, സൃഷ്ടിപരമാണ്. അവിടെ വിശ്വാസത്തിന്റെ വിശുദ്ധി കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ അവന് പരലോക മോക്ഷം കൈവരിക്കാനാകുന്നു എന്ന് മാത്രം. ഇതാണ് ഇസ്ലാം മാനവതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ദർശനം. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിന്റെ വ്യതിരിക്തത അതിൽ പരമപ്രധാനം അത് ദൈവികം ആണ് എന്നതാണ്. മറ്റൊരു വ്യതിരിക്തത, ലോകത്തൊരുപാട് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ വേദോപനിഷത്തുകൾ പൗരാണികവും വളരെ വിപുലവുമാണ്. ചതുർവേദങ്ങൾ, അടിസ്ഥാനപരമായ ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദാദി ചതുർവേദങ്ങൾ, ഉപനിഷത്തുകൾ, 108ഓളം ഉപനിഷത്തുകൾ, 4 വേദസംഹിതകൾ, 18 പുരാണങ്ങൾ, 2 ഇതിഹാസങ്ങൾ, ഇതൊക്കെ വൈദിക ദർശനത്തിന്റെ ഭാഗമാണ് ഭാരതീയ സംസ്കൃതിയിൽ. ബൈബിൾ, പഴയ പുതിയ നിയമങ്ങൾ. പഴയ നിയമം യഹൂദരുടെ ന്യായപ്രമാണം കൂടിയാണ്. ഇങ്ങനെ ലോകത്തുള്ള ഒട്ടുമിക്ക വേദഗ്രന്ഥങ്ങൾ അവ അതിൻ്റെ തനിമയോടുകൂടി സംരക്ഷിക്കപ്പെട്ട അവസ്ഥയില്ല
എന്ന് ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾ, ആധികാരികമായിട്ടുള്ള ആചാര്യന്മാർ സത്യസന്ധമായി വ്യക്തമാക്കുന്നു. ഭാരതീയ വേദോപനിഷത്തുകളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള, രാഹുൽ സംകൃതിയായനെ പോലെയുള്ള ഒട്ടനവധി ഗ്രന്ഥകാരന്മാർ, സന്യാസി വര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നു, താളിയോലകളിലും തോൽ ചുരുളുകളിലും എഴുതി വെക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ പരിപൂർണമായും ദൈവികമല്ല, പ്രക്ഷിപ്ത വചനങ്ങളുണ്ട്. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന പ്രമുഖനായ ഗ്രന്ഥകാരനും എഴുത്തുകാരനുമായ സന്യാസിവര്യനായ ചിദാനന്ദപുരി സ്വാമികൾ, അദ്ദേഹം ഉപനിഷത്തുകളെ കുറിച്ച് നടത്തിയ പഠന ഗ്രന്ഥത്തിൽ കേനോപനിഷത്തിന്റെ ആദ്യത്തെ അനേകം വചനങ്ങൾ പ്രക്ഷിപ്തമാണ്, പുരോഹിത നിർമ്മിതമാണ് എന്ന് തുറന്നു പറയുന്നു. ഭാരതീയ ദർശനത്തെക്കുറിച്ച് അഗാധമായി പഠനം നടത്തിയ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം വിലയിരുത്തലുകൾ കാണാൻ സാധിക്കും. ബൈബിൾ ടെക്സ്റ്റുകളിൽ തന്നെ ബ്രാക്കറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ബൈബിളിൽ ആ ബ്രാക്കറ്റുകൾക്ക് അടിയിൽ അടിക്കുറിപ്പുണ്ട്, പൗരാണിക കയ്യെഴുത്ത് പതിപ്പുകളിൽ ഈ ഭാഗം കാണുന്നില്ല എന്ന്. പൗരാണിക കയ്യെഴുത്ത് പതിപ്പുകളിലില്ലാത്ത ഭാഗങ്ങൾ, കണ്ടെടുക്കപ്പെട്ട 20ഓളം സുവിശേഷ സമാഹാരങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 4 സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ സുവിശേഷ ഗ്രന്ഥങ്ങളെ സമാഹരിച്ചുകൊണ്ട് പഠിച്ച ക്രൈസ്തവ പണ്ഡിതന്മാരിൽ പ്രമുഖന്മാർ, റൈമണ്ട് ഇ ബ്രൗണിനെ പോലെയുള്ള പ്രമുഖർ 101 എറേഴ്സ് ഓഫ് ദ ബൈബിൾ, ബൈബിളിലെ 101 അബദ്ധങ്ങളെ കണ്ടെത്തിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, റവറന്റ് എ സി ക്ലൈറ്റനെ പോലെയുള്ള പ്രമുഖർ വിലയിരുത്തുന്നത് പ്രക്ഷിപ്തമായ വചനങ്ങൾ ധാരാളമുണ്ട്, അതാണ് ഈ വൈരുദ്ധ്യങ്ങൾക്ക് കാരണമെന്നാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ള അവന്റെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. ഖുർആൻ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിന്റെ 9-ാമത്തെ വചനത്തിൽ ഖുർആനിനെ കുറിച്ച് പറയുന്നു, ഖുർആനിന്റെ വ്യതിരിക്തതയെ കുറിച്ച് പറയുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് നാമാണ്. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് നാമാണ്. ഇതിന്റെ സംരക്ഷണം നമ്മിൽ അർപ്പിതമാണ്. അത് ലോക ചരിത്രത്തിലെ അതുല്യമായ ഒരു സംരക്ഷണ സംവിധാനമാണ്. ഖുർആൻ പാരായണക്ഷമത നിലനിർത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. അത് 10,000-കണക്കിന് മനസ്സുകളിൽ അക്ഷരത്തിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം മുതൽ അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയോടെ, ഭാഷാ സവിശേഷതയോടെ മനുഷ്യ മനസ്സുകളിലാണ് അള്ളാഹു സംരക്ഷിക്കുന്നത്. ആ ഒരു സംരക്ഷണ ഘടന ഇതര വേദഗ്രന്ഥങ്ങൾക്ക് അപ്രായോഗികമാണ്. ലോകത്ത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ പോലുമില്ല. ക്രൈസ്തവ വേദഗ്രന്ഥത്തെ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു പണ്ഡിതൻ പോലും ലോകത്തില്ല. എന്നാൽ 6-7 വയസ്സുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാണ്. അതിലൊരു കുട്ടി ഖുർആനിന്റെ ഒരായത്ത് വചനം തെറ്റായി പാരായണം ചെയ്താൽ അത് തിരുത്താൻ ശ്രോതാക്കൾക്ക് സാധിക്കുന്ന വിധം ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഘടന അപാരമാണ്. അനാലേഖ്യ സരസ്വതി എന്ന് ഭാരതീയ ദർശനങ്ങൾ വേദഗ്രന്ഥത്തെ പറ്റി പറയുന്നുവെങ്കിൽ അത് ഖുർആനിന് ഏറ്റവും യോജിച്ച പ്രയോഗമാണ്. അനാലേഖ്യ സരസ്വതി, എഴുതപ്പെടാത്ത വിദ്യ. ഖുർആൻ എഴുതേണ്ടതില്ല, പുസ്തകമാക്കേണ്ടതില്ല, CD ആക്കേണ്ടതില്ല. ആ ഒരാവശ്യമില്ലാത്ത വിധം അതിൻ്റെ സംരക്ഷണം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകളിൽ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വേദഗ്രന്ഥം എന്നത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. നേരത്തെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അവികലമായ വേദഗ്രന്ഥം, വൈകല്യങ്ങളില്ലാത്ത വേദഗ്രന്ഥം, ഇത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവന്റെ ചിന്താമണ്ഡലത്തെ പ്രബുദ്ധമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ഖുർആനിന്റെ 4-ാം അധ്യായം
സൂറത്തു നിസാഇന്റെ 82-ാമത്തെ വചനത്തിന്റെ ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. മനുഷ്യവർഗം ചിന്തിക്കാൻ അള്ളാഹു പ്രബുദ്ധത നൽകിയവനാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈകല്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനുഷ്യനിർമ്മിതം, പുരോഹിത നിർമ്മിതം ആണെങ്കിൽ പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച എറേഴ്സ്, അത് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ വൈരുദ്ധ്യങ്ങളില്ലാത്ത അവികലമായ വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുകയാണ്. വളരെ സൂക്ഷ്മമാണ് ഖുർആനിന്റെ അപഗ്രഥനം. നൂറ്റാണ്ടുകൾ 14 മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ശാസ്ത്രവിജ്ഞാനങ്ങളെ അതിനിഷ്കൃഷ്ടമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം, അതിൻ്റെ ഒരു പ്രയോഗങ്ങളിൽ പോലും പാളിച്ചയില്ലാത്ത വിധം വളരെ കൃത്യതയോടുകൂടി ആവിഷ്കരിക്കുന്നു. അതിൻ്റെ ശാസ്ത്രജ്ഞാനം, ചരിത്രജ്ഞാനം എല്ലാം. ചരിത്രപരമായി ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്നത് ലോകത്തെ പ്രമുഖരായ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ നിരന്തരമായ ആരോപണങ്ങളിൽ ഒന്നാണ്. ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ക്രൈസ്തവ ഹിസ്റ്റോറിയൻസ്, സ്കോളേഴ്സ്, അവർ ഖുർആനിനെ ഏറ്റവും പരമപ്രധാനമായി വിമർശിക്കുന്ന ഒരു വിഷയം, ഖുർആൻ അത് ബൈബിളിന്റെ കോപ്പിയേടിയാണ്. അബ്രഹാമിന്റെ ചരിത്രം, നോഹായുടെ പെട്ടകത്തിന്റെ ചരിത്രം, ദാവീദിന്റെ അധികാരത്തിന്റെ ചരിത്രം, ശലോമോന്റെ ആരാധനാലയ നിർമ്മാണത്തിന്റെ ചരിത്രം, ഇങ്ങനെ മോശയുടെ ചരിത്രം, കടൽ പിളർന്ന് മോശെ അനുയായികളും രക്ഷപ്പെട്ട ചരിത്രം എല്ലാം ബൈബിളിലുണ്ട്. പിന്നീട് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ ബൈബിളിന്റെ ഒരു കോപ്പിയടിയാണ് എന്ന ആരോപണം പരക്കെയുള്ളതാണ്. ആണോ? ഒരിക്കലുമല്ല. ബൈബിളിന്റെ രചനാ ശൈലിയല്ല ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് തന്നെ. ചരിത്ര അപഗ്രഥനത്തിൽ പോലും ആധുനിക ചരിത്രകാരന്മാരുടെ ഏറ്റവും ലേറ്റസ്റ്റായ നിരീക്ഷണങ്ങളിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഖുർആനിൽ, ബൈബിളിൽ മോശയുടെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം വിശദീകരിക്കുമ്പോൾ രണ്ടിടത്തും ബൈബിൾ പ്രയോഗിക്കുന്നത് ഫറോവാൻ എന്ന ഭരണാധികാരിയെ കുറിച്ചാണ്. യോസെഫിനെ ഫറോവാൻ മന്ത്രിയാക്കി എന്ന ബൈബിൾ പറയുന്നു. മോശെ ഫറോവാനുമായി ആദർശപരമായി ഏറ്റുമുട്ടി എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഖുർആൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ മലിക് മിസ്ർ എന്ന് പ്രയോഗിച്ചു. ഈജിപ്തിലെ മിസ്രിലെ രാജാവ് എന്ന്. അവിടെ ഫറോവാൻ എന്ന് ഖുർആൻ ഒരിടത്തും പ്രയോഗിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ കൃത്യമായി ഖുർആൻ ബൈബിൾ പ്രയോഗിച്ചതുപോലെ ഫിറഔൻ, ഫറോവാൻ എന്ന് പ്രയോഗിച്ചു. ആധുനിക ചരിത്രകാരന്മാർ കൃത്യമായി വിലയിരുത്തുന്നു, യൂസുഫ് നബിയുടെ കാലഘട്ടത്തിൽ ഫറോവ ഭരണം ഇല്ല. ഫറോവയല്ല ആരെ മന്ത്രിയാക്കിയത്? യോസഫിനെ മന്ത്രിയാക്കിയത് ഹിക്സോസ് എന്നു പേരുള്ള രാജാവാണ്. അദ്ദേഹം പരദേശിയായിരുന്നു. ആ പരദേശി രാജാവിന്റെ കാലഘട്ടത്തിൽ സ്വദേശിവാദം ഉയർത്തിക്കൊണ്ട് സൂര്യദേവന്റെ പുത്രഗണങ്ങളാണ് ഞങ്ങൾ എന്ന പ്രഖ്യാപനത്തോടുകൂടി കടന്നു വന്ന ഭരണാധികാരിമാരായിരുന്നു ഫറോവമാർ. അതാണ് ഖുർആനിലും അന റബ്ബുക്കുമുൽ അഅല എന്ന അഹങ്കാരത്തിന്റെ വാക്ക് ഫിറഔൻ ഉച്ചരിച്ചതായി ഖുർആനും വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജനനം ദിവ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന ഫറോവമാർ ഹിക്സോസ് രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ഇസ്രായേൽ വർഗത്തെ അടിമകളാക്കിക്കൊണ്ട് അധികാരം നിലനിർത്തിയവരാണ്. അവരുടെ വിമോചനത്തിന് വേണ്ടി കൂടിയാണ് അള്ളാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചിട്ടുള്ളത്. ബൈബിൾ കോപ്പിയടിച്ചതായിരുന്നു ഖുർആനിന്റെ ഹിസ്റ്ററി, ചരിത്രമെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ എറർ ഖുർആനിലും കാണേണ്ടതായിരുന്നു. അള്ളാഹുവിന്റെ കിതാബിന്റെ അതുല്യമായ സംവിധാനമാണ്. ഒരു ഹിസ്റ്റോറിക്കൽ എറർ, ഒരു ശാസ്ത്രീയമായ അബദ്ധം ഖുർആനിൽ കാണാൻ സാധിക്കില്ല. തേനീച്ചയുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ ഔഹാ റബ്ബുക ഇലൻ നഹ്ൽ എന്ന് തുടങ്ങുന്ന വചനത്തിന്റെ വിശദീകരണം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വാക്കുകളിൽ പോലും സൂക്ഷ്മത പുലർത്തുന്നു ഖുർആൻ.
പെൺതേനീച്ചയോട് പണിയെടുക്കാൻ പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ആ കാലഘട്ടത്തിലെ ഖുർആൻ വ്യാഖ്യാതാക്കളെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കാലാധിവർത്തിയായ അള്ളാഹുവിന്റെ കിതാബിന്റെ സവിശേഷതയാണത്. ഖുർആനിന്റെ മറ്റൊരു വ്യതിരിക്തത സാൻമാർഗിക ദർശനമാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഖുർആൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന സാൻമാർഗിക ദർശനം അത് ശാസ്ത്രീയമാണ്, വ്യവസ്ഥാപിതമാണ്, സവിശേഷമാണ്. മാനവ കുലത്തിന്റെ സദാചാരപൂർണമായ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല സ്ത്രീ പീഡന പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ ലോകത്തിന്റെ തന്നെ ഒരു പ്രതിസന്ധിയാണ്, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കലും മനുഷ്യത്വത്തിന് നിരക്കാത്ത, മനസാക്ഷിക്ക് പോലും നിരക്കാത്ത അധാർമിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നു. അവയെ തടയിടാൻ എന്താണ് പരിഹാരമെന്ന ചോദ്യത്തിന് മുമ്പിൽ ആർക്കും വ്യക്തമായ മറുപടിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന സാൻമാർഗിക ദർശനം അത് ശാസ്ത്രീയമാണ്. ദൈവബോധം, അതിൻ്റെ കൃത്യത, നിഷ്കളങ്കത, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ആത്മവിശുദ്ധിയിൽ നിന്നാണ് മനുഷ്യന്റെ സംസ്കരണം യാഥാർത്ഥ്യമാകേണ്ടത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ഖുർആനിന്റെ സാൻമാർഗിക ദർശനം. ഒരുപാട് ഘടകങ്ങൾ. ഇപ്പോ ഇന്ത്യ രാജ്യത്തൊക്കെ സ്ത്രീ പീഡന പരമ്പരകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിന്റെ കടുത്ത ശിക്ഷാ നിയമങ്ങൾ. അറബ് രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കപ്പെടുന്നത് പോലെ കടുത്ത ശിക്ഷാ നിയമങ്ങൾ തന്നെ വ്യഭിചാരത്തിനും അതുപോലെ കൊലപാതക പരമ്പരകൾക്കും പരിഹാരം അതുമാത്രമാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ ഇസ്ലാം അതുമാത്രമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ ആ വിഷയത്തിൽ വളരെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നു. ഇസ്ലാം ഖുർആനിന്റെ സാൻമാർഗിക ദർശനത്തിൽ ഒരു വശത്ത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ട് ആഖിറത്തിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. എന്താണ് സാത്വിക ജീവിതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. ആ ചോദ്യത്തിന്റെ നന്മ നിറഞ്ഞ ജീവിതത്തിന്റെ സരണി എന്ത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ നൽകിയ മറുപടി അള്ളാഹു നിന്നെ കാണുന്നു, നീ അവനെ കാണുന്നില്ലെങ്കിലും എന്ന വിചാരബോധം കാത്തുസൂക്ഷിക്കുകയാണ് ഇഹ്സാൻ. സഹോദരങ്ങളെ, ചിന്തിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ സ്വകാര്യതകൾ പോലും സംസ്കരിക്കപ്പെടുന്നതിന്റെ, നിർമ്മലമാക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനം ഈ വിശ്വാസമാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ പ്രസിദ്ധമായ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെടാറുണ്ട്, വിശദീകരിക്കപ്പെടാറുണ്ട്. പാതിരാത്രിയെ മൂന്നായി പകുത്തെടുത്ത മഹാനായ ഖലീഫ ഒന്നാമത്തെ ഒരു പകുതി പ്രജാക്ഷേമ തൽപരനായി പര്യടനം നടത്തുന്നതിനിടയിൽ ഒരു കൊച്ചു കുടിലിൽ നിന്ന് ഒരു ഉമ്മയുടെ ശബ്ദം പ്രഭാതം വിടരുന്ന ഘട്ടത്തിൽ കേൾക്കുകയാണ്. മോളെ, കറന്നെടുത്ത പാലിൽ വെള്ളം ചേർക്കണമെന്ന്. മകളുടെ മറുപടി, ഉമ്മ, പാലിൽ മായം ചേർക്കുന്നത് ഖലീഫ ഉമർ നിരോധിച്ചിട്ടുണ്ട്. ഖലീഫ ഉമർ, നിന്റെ എഴുത്തില്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ കേൾക്ക്. ഉമ്മയുടെ ശാസന. ഖലീഫ കാണുന്നില്ലെങ്കിലും അള്ളാഹുവില്ലേ ഉമ്മ, അള്ളാഹു കാണുന്നില്ലേ എന്ന മകളുടെ മറുപടി. ആ വീട് അടയാളപ്പെടുത്തി തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയിക്കൊണ്ട് മഹാനായ ഖലീഫ തന്റെ മകന് പ്രതിശ്രുത വധുവായി ആ പെണ്ണിനെ തെരഞ്ഞെടുത്തു. സൗന്ദര്യത്തിന്റെ പിറകെ, സമ്പത്തിന്റെ പിറകെ, തറവാടിത്തത്തിന്റെ പിറകെ വിവാഹാന്വേഷണങ്ങളിൽ പോകുന്ന സമുദായത്തിന്റെ മക്കളോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മതബോധമാണ് അടിസ്ഥാനമെന്ന്. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സെലക്ഷൻ. ആ പുത്ര പരമ്പരയിലാണ് ലോകം കണ്ട അതുല്യനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അമവി ഭരണാധികാരി ജനിക്കുന്നത്. ഈ ഒരു വിശ്വാസം, അതിന്റെ വിശുദ്ധിയിലാണ് മനുഷ്യൻ സംസ്കരിക്കപ്പെടേണ്ടത്. ഒന്ന്. രണ്ട്, ആഖിറം, മരണാനന്തര ജീവിതം, അധാർമികമായ പ്രവർത്തനങ്ങളെ, അതിക്രമങ്ങളെ, അനീതികളെ വിശകലനം ചെയ്തുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം അതാണ്. ഖുർആനിന്റെ 83-ാം അധ്യായം പ്രസിദ്ധമാണ്. കച്ചവട രംഗത്തെ കൃത്രിമത്വം, തട്ടിപ്പ്, വെട്ടിപ്പ്, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ലോകത്തെ സാമ്പത്തിക ഉച്ചനീചത്വത്തിന് പോലും അടിസ്ഥാനം ഈ സാമ്പത്തിക രംഗത്തെ
കച്ചവടങ്ങളിലെ, വ്യവസായങ്ങളിലെ, ബിസിനസ്സുകളിലെ കൃത്രിമത്വമാണ്. എല്ലായിടത്തും വ്യാപകമാണ്. മെഡിക്കൽ മേഖലയൊക്കെ, മരുന്ന് കച്ചവട മേഖലയൊക്കെ എത്രമാത്രം ക്രൂരവും ഭീതിതവും അമിത ലാഭം കൊയ്യുന്നതും സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതുമാണ് എന്നത് പഠനങ്ങളിലൂടെ നാം കേൾക്കുമ്പോൾ, അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തുമ്പോൾ നടുങ്ങിപ്പോവുകയാണ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കുള്ള മരുന്ന് വിപണി കൊള്ളലാഭം കൊയ്യുന്നതാണ് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയാണ്. യഥാർത്ഥ മരുന്നുകൾ പോലും പേറ്റന്റുകൾ കൈയടക്കി ജനങ്ങൾക്കെത്തിക്കാതെ നിലവിലുള്ള മരുന്ന് മാർക്കറ്റിൽ ലാഭകരമായതുകൊണ്ട് വിറ്റഴിക്കാൻ മനുഷ്യൻ തയ്യാറാവുകയാണ്. മനുഷ്യന്റെ ലാഭക്കൊതി അത് മനുഷ്യന്റെ തന്നെ തകർച്ചക്കും തളർച്ചക്കും വിനാശത്തിനും കാരണമായി തീരുകയാണ്. ഈ കച്ചവട രംഗത്ത് കൃത്രിമത്വം എന്ന സാമ്പത്തിക അതിക്രമത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് 83-ാമത്തെ ഖുർആൻ ഫവൈലുൽ മുത്തഫിഫീൻ, കള്ളക്കച്ചവടക്കാർക്ക് നാശം പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് തുടർന്ന് ഖുർആനിന്റെ ചോദ്യം, അവർക്ക് വിചാരബോധമില്ലേ? നാളെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ആഖിറത്തിൽ നിൽക്കേണ്ടി വരുമെന്ന വിചാരം, ബോധം അവർക്കില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ ചോദ്യമാണ് സഹോദരങ്ങളെ ഒരു സമൂഹത്തിന്റെ ഉജ്ജ്വലമായ സംസ്കരണത്തിന്റെ നാരായ വേരുകളിൽ ഒന്ന്. അള്ളാഹുവിന്റെ ആഖിറത്ത്, നരകം, സ്വർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചു, ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഖുർആനിന്റെ 82-ാം അധ്യായം 13-14 വചനങ്ങൾ. പുണ്യവാന്മാർ അവർക്ക് സ്വർഗമുണ്ട്, പാപികൾ നരകത്തിലാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തെ സംശുദ്ധമാക്കുന്നത്. അല്ലാതെ കട്ടവന്റെ കൈവെട്ടും കൊന്നവനെ കൊന്നുകളയും അതിനെയൊന്നും പേടിച്ചിട്ടില്ല. ഭൗതികമായ ക്രിമിനൽ നിയമനിർദ്ധാരണങ്ങളെ ഭയപ്പെട്ടുകൊണ്ടല്ല സത്യവിശ്വാസി പാപപ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കണം. മൂന്നാമതായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഐഹികമായ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ്. 32-ാം അധ്യായം സൂറത്തു സജ്ജദയുടെ പ്രസിദ്ധമായ പ്രയോഗം, വലനുദീകന്നഹും ദൂനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അവരെ ചെറിയ ചെറിയ തരം ശിക്ഷകൾ നാം അവർക്ക് നൽകും. വലിയ അദാബുൽ അക്ബർ, അള്ളാഹുവിന്റെ ആഖിറത്തിലെ അതികഠിനമായ നരക ശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പ് മതജീവിതത്തിലേക്ക്, വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ അവസരമാണത്. പ്രകൃതി ശിക്ഷ, ഐഹിക ശിക്ഷ, ഭൂകമ്പങ്ങൾ, ചുഴലിക്കാറ്റുകൾ, സുനാമികൾ, കൊടുങ്കാറ്റുകൾ, മാരകമായ പകർച്ചവ്യാധികൾ, അതൊക്കെ ഐഹികമായ ചെറിയ തരം ശിക്ഷകളാണ്. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങി വരുന്നതിന് വേണ്ടി. ചിലപ്പോഴൊക്കെ വിറപ്പിക്കപ്പെടും. ഏറ്റവും ഭദ്രമായ വിധമാണ് നാം നിർമ്മിച്ച കെട്ടിടങ്ങൾ, ഏറെ സുരക്ഷിതമാണ് നാം താമസിക്കുന്ന ഭവനങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കടപുഴക്കി എറിയാൻ സെക്കൻഡുകൾ മതി, നിമിഷാർദ്ധങ്ങൾ പോലും വേണ്ട. ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആൻ ഐഹിക ശിക്ഷ അനുഭവിച്ച അഹങ്കാരികളായ ജനസമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഭൂതകാലങ്ങളിലേക്ക്. എന്തിനാണ് ഖുർആൻ ചരിത്രം വിശദീകരിച്ചത്? സീറൂ ഫിൽ അർള്, ഭൂമുഖത്തൂടെ നിങ്ങൾ സഞ്ചരിക്കുക. തകർന്ന കെട്ടിടങ്ങൾ, അവശിഷ്ടങ്ങൾ, ശ്മശാന ഭൂമികളാക്കി മാറ്റപ്പെട്ട മഹാനഗരങ്ങൾ, അതിൻ്റെയൊക്കെ ഭൂതകാല ചരിത്രം ദൈവധിക്കാരത്തിൻ്റെതാണ്, തോന്നിവാസ ജീവിതത്തിൻ്റെതാണ്. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ശിക്ഷ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തായ്ലൻഡിൽ ഒരു ഡിസംബർ മാസത്തിൽ കടുത്ത ഒരു ഭൂകമ്പം ഉണ്ടായി. 10,000 കൊല്ലപ്പെട്ട ഭൂകമ്പം. അതേ ഡിസംബറിന്റെ തൊട്ടു മുമ്പുള്ള ഡിസംബർ മാസത്തിലായിരുന്നു ലോക വാർത്താ മേഖലകളിൽ തായ്ലൻഡ് ശ്രദ്ധയാകർഷിച്ചത്. ഒരു നർത്തകി പരസ്യമായി പൊതുവേദിയിൽ വെച്ച് നഗ്ന വിവാഹം നടത്തി. തന്റെ വിവാഹം പരിപൂർണമായി നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നിർവഹിച്ചു വിവാഹകർമ്മം. അതിന്റെ അടുത്ത വർഷം അതേ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ ജനതയെ മുഴുവൻ പിടിച്ചു കുലുക്കിയത്. അള്ളാഹുവിന്റെ ശിക്ഷ അത് പലതരത്തിലും നാം ഭയപ്പെടണം. ഈ അവബോധങ്ങളുടെ ആത്മാവിൽ നിന്നാണ് ജീവിതത്തിന്റെ സൂക്ഷ്മത നിർഗളിക്കപ്പെടേണ്ടത്. കാർമേഘങ്ങൾ അട്ടിയട്ടിയായി കൂടി നിൽക്കുമ്പോൾ മദീനയുടെ മുറ്റത്തെ പള്ളിയിൽ, മദീന പള്ളിയുടെ മുറ്റത്ത് ലോകത്തെ
മാർഗദർശനത്തിന്റെ വിമോചകനായി കടന്നു വന്ന മഹാപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വസ്ഥനായി ഉലാത്തുമായിരുന്നു. അനുചരന്മാർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എന്താണ് താങ്കളുടെ മുഖം വിവരണമായിട്ടുള്ളത്? എന്താണ് മുഖത്തൊരു ഭയപ്പാട്? പ്രവാചകന്റെ വികാരനിർഭരമായ മറുപടി, ഇങ്ങനെ ഒരു ആകാശ പ്രകൃതി സാഹചര്യത്തിലാണ്, പാരിസ്ഥിതിക ചുറ്റുപാടിലായിരുന്നു സ്വാലിഹിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത്. മഴയില്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ അറുക്കരുത്, സംരക്ഷിക്കണം, അതിനെ വിട്ടേക്കൂ എന്ന് ഒരു പ്രവാചകൻ ആ ജനതയോട് പറഞ്ഞിട്ട് അവർ ധിക്കരിക്കുകയും അതിന്റെ കഴുത്തറുത്ത് കശാപ്പ് ചെയ്ത് ആഹാരമാക്കുകയും ചെയ്ത ആ ധിക്കാരം, അത് അള്ളാഹുവിന്റെ അവസാനത്തെ നടപടിക്രമത്തിന്റെ പൂർത്തീകരണമായിരുന്നു. മഴ പെയ്തില്ല തുടർന്നുള്ള ദിനരാത്രങ്ങളിൽ, അനേക ദിവസങ്ങളിൽ. ഒടുവിലതാ കാർമേഘം ആ ജനതയുടെ തലക്ക് മുകളിൽ അട്ടിയട്ടിയായി നിന്നപ്പോൾ ആവേശത്തോടുകൂടി ഇതാ മഴ പെയ്യാൻ പോകുന്നുവെന്ന് ആഹ്ലാദിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് അവരാ മേഘത്തട്ടുകളുടെ താഴ്വരയിലേക്ക് ഓടിയെത്തി. അതൊരു മഹാ സർവനാശത്തിന്റെ പേമാരിയായിരുന്നു. ഒരു ജനതയെ ഒന്നടങ്കം നശിപ്പിച്ച അള്ളാഹുവിന്റെ ശിക്ഷയായിരുന്നു. ഞാൻ ഭയപ്പെടുകയാണ്, ദൈവധിക്കാരത്തിന്റെ പേരിൽ എൻ്റെ ജനതയെയും അള്ളാഹു നശിപ്പിക്കുമോ എന്ന്. അത്ര ആശങ്ക പ്രവാചകന് ഉണ്ടായിരുന്നു. കാരണം അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന നാട്, ചുറ്റുപാടുകൾ ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ, ഐഹിക ശിക്ഷയെ. ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ കൂടിച്ചേർന്ന് ഒടുവിലൊരു ക്രിമിനൽ നിയമനിർദ്ധാരണം, അതാണ് ഇസ്ലാമിന്റെ സാൻമാർഗിക നിഷ്ഠതയുടെ അടിസ്ഥാനം. അതുപോലെ ഖുർആന്റെ വ്യതിരിക്തത, സമയം പരിമിതമാണ്. ഖുർആനിന്റെ വ്യതിരിക്തത, അതിന്റെ സാഹിത്യ ഭാഷാപരമായ സവിശേഷത. ഇന്നും അറബ് ഭാഷാ സാഹിത്യത്തിന്റെ മുന്നിലാണ് വിശുദ്ധ ഖുർആൻ. അത്ഭുതകരമാണത്. കാരണം ഒരു ഭാഷയ്ക്ക് അതിന്റെ തനിമയോടുകൂടി ഔട്ട്ഡേറ്റഡ് ആകാത്ത കാലവർഷ പരിധി 500 വർഷം എന്നാണ് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. 500 വർഷം പരമാവധി. 500 കൊല്ലം കഴിഞ്ഞാൽ ആ ഭാഷയിൽ പലതും നവീകരണ പ്രക്രിയക്ക് വിധേയമാക്കപ്പെടും, അപ്ഡേറ്റഡ് ആകും. മലയാളം 100 കൊല്ലം മുമ്പുള്ള മലയാളം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? തണ്ടാൻ കൊണ്ടമാല, പറവാൻ ഇച്ചിപ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഇല്ല. ഇംഗ്ലീഷിന്റെ ചരിത്രം, ഇംഗ്ലീഷ് ഭാഷ, ഷേക്സ്പിയർ ഇംഗ്ലീഷ്, അതിൽ നിന്ന് എത്രയോ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ആധുനിക ഇംഗ്ലീഷ്. സാൻസ്ക്രിറ്റ്, സംസ്കൃതം എന്ന പ്രയോഗം തന്നെ പൗരാണികമായ ഭാരതീയ ഭാഷ പാലിയുടെ സംസ്കരിക്കപ്പെട്ട രൂപമാണ് സാൻസ്ക്രിറ്റ്, സംസ്കൃതം. ഇങ്ങനെ ഭാഷകളൊക്കെ നൂറ്റാണ്ടുകൾ അതിജയിക്കാൻ സാധിക്കാതെ പരിമിതപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം ഭാഷ അറബി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, അത് ഭാഷാ സാഹിത്യത്തിന്റെ മുന്നിലാണ് അന്നും ഇന്നും. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ സാധാരണ അറബി ഭാഷയിലെ സാഹിത്യ പ്രയോഗങ്ങളെക്കാൾ അറബി ഭാഷ അറിയുന്നവന്റെ നെഞ്ചകത്തേക്ക് തറച്ച് കയറാനുള്ള ശക്തി ഖുർആനിന് അപാരമാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ പോലും, വിവർത്തനം പോലും നമ്മുടെ മനസ്സിനെ എത്രമാത്രം മതിക്കുന്നുവെന്ന വായനാനുഭവം നമുക്കുണ്ട്. മാത്രമല്ല, ഖുർആനിന്റെ സാഹിത്യ പ്രയോഗങ്ങളുടെ വായനാനുഭവം, അതിൻ്റെ വഹീകളുടെ സമാഹരണം, അതൊക്കെ ചിന്തോദ്ദീപകമാണ്, അപാരമാണ്. ഒരു നോവൽ, നിങ്ങൾ വായിച്ച പ്രസിദ്ധമായ ഒരു നോവൽ നിങ്ങൾ മനസ്സിലെടുത്തു വെക്കുക. ആ താല്പര്യത്തോടെ രണ്ടാമത് നിങ്ങൾ ആ നോവൽ വായിച്ചു എന്ന് കരുതുക. മൂന്നാമതും ആരെങ്കിലും നിങ്ങളോട് ആ നോവൽ ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ വായിച്ചതാണെന്ന് പറയും. കാരണം അതിനൊരു പരിമിതി ഉണ്ട്. നാലാമതും അഞ്ചാമതും ആ നോവൽ തന്നെ വായിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയായിട്ടാണ് ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെടുക. സ്വാഭാവികമാണ്. സാഹിത്യ ഗ്രന്ഥങ്ങളുടെ പരിമിതിയാണ്. ചരിത്ര കഥാകഥന രീതി സ്വീകരിക്കുന്ന ബൈബിളിൻ്റെയൊക്കെ വായനാനുഭവം വിരസമാണ്. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ വായനാനുഭവം, ഒരിക്കൽ ഖുർആൻ വായിച്ചിട്ട് രണ്ടാമത് ഖുർആൻ വായിക്കുമ്പോൾ ഒരു ബോറടിയും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അത് ഖുർആന്റെ ഘടനയാണ്, സാഹിത്യ ഘടന, വഹയിന്റെ സമാഹരണ ഘടന അതുല്യമാണത്. അത് എത്ര വായിച്ചാലും കൊതിതീരാത്ത മതിതീരാത്ത ഒരു വായനാനുഭവം അത് ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. സാഹിത്യപരമായ ഖുർആന്റെ പ്രത്യേകത, ഖുർആനിന്റെ ദാർശനിക വ്യതിരിക്തത.
ലോകത്ത് ഒരുപാട് ദർശനങ്ങൾ, മനുഷ്യനിർമ്മിത ദർശനങ്ങൾ, അതുപോലെ ദൈവിക ദർശനങ്ങളെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ദർശനങ്ങൾ, ലോകത്ത് ഒട്ടനവധി ദർശനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖുർആൻ ദാർശനിക സങ്കീർണതകളില്ലാത്ത ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഖുർആനിന്റെ ഭാഷ അവതരണപരമായ പ്രത്യേകതയിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആവർത്തിക്കുന്നു വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൽ, സൂറത്തുൻ നജ്ം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ നാം വളരെ എളുപ്പമാക്കി, നിങ്ങൾ ചിന്തിക്കാൻ, ആലോചിക്കാൻ തയ്യാറുണ്ടോ എന്ന. അതിമനോഹരവും ലളിതവും ആണ് ഖുർആനിന്റെ അവതരണവും ആവിഷ്കരണവും ദർശനവും. എന്താണ് ഹൈന്ദവ ദർശനം? ചിലർ പറയും അദ്വൈതമാണ്, ചിലർ പറയും ദ്വൈതമാണ്, വേറെ ചിലർ പറയും വിശിഷ്ടാദ്വൈതമാണ്. അതല്ല ദ്വൈതാദ്വൈതമാണ്, അതല്ല ചർവാകമാണ്, അതല്ല ഒട്ടനവധി ഉപമതങ്ങളാണ്, സാങ്ക്യം, ശാക്തം തുടങ്ങിയ ഉപമതങ്ങളാണ്. ഇങ്ങനെ ഒട്ടനവധി ദാർശനിക സങ്കീർണത ഒരു വശത്ത് ഹൈന്ദവ ദർശനം അനുഭവിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. ദ്വൈതവും അദ്വൈതവും തമ്മിൽ അജഗജാന്തരമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞ ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവനാപരഹ, അള്ളാഹു മാത്രമാണ് ബ്രഹ്മം, പരബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളവൻ, മറ്റുള്ളതെല്ലാം മിഥ്യയാണ്, തോന്നലാണ്, മായയാണ്. പിന്നെയോ ജീവോ ബ്രഹ്മത്തിനും പരമാത്മാവിനും ജീവാത്മാവിനും അപരമായ, വിഭിന്നമായ, വ്യത്യസ്തമായ ഒരു അസ്തിത്വം ഇല്ല. രണ്ടും ഒന്നാ. പടച്ചോനും പടപ്പും ഇല്ല, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടില്ല, രണ്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് ദാർശനിക സങ്കീർണത. ബൈബിൾ പരിശോധിച്ചാൽ ലോകത്തെ വലിയ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, ആരാണ് ദൈവം? യേശുവാണോ? യഹോവയാണോ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണോ? ചോദ്യത്തിന്റെ ഉത്തരം മൂവരുമാണ്. അപ്പോൾ നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ലേ? ആണ്. ത്രിയേക ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ട്രിനിറ്റി, ത്രിയേക ദൈവം. പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പുത്രനായ ദൈവം, ഇവർ മൂന്നും കൂടി ചേർന്ന ഒരു ഏകദൈവം എന്ന്. എങ്ങനെയാണ് മൂന്നും കൂടി ചേർന്നാൽ ഏകദൈവമാവുക? അപ്പോൾ പലതും കൂടി ചേർന്നും ഏകദൈവമാകാമല്ലോ. അതാണ് ഏകം സത് ബഹുദാ വദന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ആചാര്യന്മാർ ബഹുദൈവ വിശ്വാസത്തെ ന്യായീകരിക്കുന്നത്. അവിടെയൊക്കെ ദാർശനിക സങ്കീർണതകളുണ്ട്. കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത, അശാസ്ത്രീയമായി മാറുകയാണ് ദൈവവിശ്വാസം, ദൈവിക ദർശനം. അവിടെയാണ് ഇസ്ലാമിന്റെ, ഖുർആനിന്റെ പ്രത്യേകത. അത് വളരെ ലളിതമാണ്, സുഗ്രാഹ്യമാണ്. അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ആധ്യാത്മികമായ ആദർശത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അവിടെ ഒരു സങ്കീർണതയും ഇല്ല. പടച്ചതമ്പുരാൻ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യഥാവിധം അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാണ് ഖുർആനിന്റെ ആഹ്വാനം. ശിർക്ക് ചെയ്യുന്ന, ബഹുദൈവത്വ പ്രവണതയിൽ ആപതിച്ചിട്ടുള്ള മനുഷ്യ സമൂഹത്തോട് പോലും ഖുർആനിന്റെ, അള്ളാഹുവിന്റെ പരിഭവം, പരാതി, അവർക്ക് തെറ്റിപ്പോയതാ. അള്ളാഹുവിനെ അറിയേണ്ട വിധം അവരറിഞ്ഞില്ല. അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുന്നവന് ഒരിക്കലും ശിർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയേണ്ട വിധം അറിവ് അവൻ ഏകൻ മാത്രമാണ് എന്നതിൽ പരിമിതപ്പെടുന്നില്ല. അവന്റെ 99 നാമഗുണ വിശേഷണങ്ങൾ ആ അറിവിന്റെ ഭാഗമാണ്. അവിടെ റബ്ബുമായിട്ടുള്ള യഥാർത്ഥ സുദൃഢമായ ഒരു സ്നേഹബന്ധം വിശ്വാസിയിൽ രൂപപ്പെടുകയാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികൾ അതികഠിനമായ അള്ളാഹുവെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നുവെന്ന് ഖുർആൻ പ്രയോഗിക്കുന്നു. കാരണം അള്ളാഹു സ്നേഹവാനാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. മനുഷ്യർ സ്വാംശീകരിച്ചെടുക്കേണ്ട
ഉന്നതമായ സകല ഗുണങ്ങളുടെയും അടിസ്ഥാന സ്രോതസ് അല്ലാഹുവാണ്. ആ ഗുണഗണങ്ങളുള്ളവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അള്ളാഹു കാരുണ്യവാനാണ്. നിങ്ങൾ കരുണവാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവുമായി അടുക്കാം. അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ മാപ്പ് ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവോട് അടുക്കാം. അള്ളാഹു സ്നേഹവാനാണ്. ഭൂമുഖത്തെ എല്ലാവരെയും സ്നേഹിക്കാൻ, നിഷ്കളങ്കമായി സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. ഈ ഒരു വിശ്വാസത്തിന്റെ തെളിമയാണ് മാനവതയ്ക്ക് മുമ്പിൽ ഖുർആൻ സമർപ്പിക്കുന്ന ദൈവിക ദർശനത്തിന്റെ സവിശേഷത. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠിതാക്കളുടെ സ്നേഹത്തിന്റെ, ആദർശത്തിന്റെ, സാഹോദര്യത്തിന്റെ അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിൽ 3 മിനിറ്റ് കൂടിയാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 3 കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കട്ടെ. ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ അനുയായികളെ, ആ അനുയായികളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മഹാപ്രവാചകൻ നാളെ മഹ്ശറയുടെ മുറ്റത്ത് വെച്ച് ലക്ഷക്കണക്കിന് വരുന്ന തന്റെ അനുചരന്മാരെ പിന്നിലാക്കിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അപരനാമമായി അവതരിപ്പിക്കപ്പെട്ട ഒരേയൊരു അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. യാ റബ്ബി വഖാല റസൂൽ. അന്ന് മഹ്ശറയുടെ മുറ്റത്ത് വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, വഖാല റസൂൽ, യാ റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ നാഥ, എന്നെ പരിപാലിക്കുന്നവനെ, ഇന്ന ഖൗമി, നിശ്ചയം എൻ്റെ ജനത. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയല്ല, തൗറാത്തിനെ പിൻപറ്റിയ ജനതയല്ല, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയല്ല, ഇഞ്ചീലിനെ പിൻപറ്റിയ ജനതയല്ല, ലോകത്ത് അവതരിക്കപ്പെട്ട സുഹുഫുകൾ, ഏടുകളും വേദഗ്രന്ഥങ്ങളും പിൻപറ്റിയ ഇതര ജനതകളല്ല. ഇന്ന ഖൗമി, നിശ്ചയം എൻ്റെ ജനത, ഇത്തഹദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ ഖുർആനിനെ കൈവിട്ടു, അവഗണിച്ചു, മാറ്റിവെച്ചു. എങ്ങനെയാണ് അവർ അവഗണിച്ചത്? 3 കാര്യങ്ങളിൽ അവർ അശ്രദ്ധരായി. ഒന്ന്, ഖുർആനിന്റെ പഠനം, തഅലീമുൽ ഖുർആൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ 1ാമത്തെ ഘട്ടത്തിൽ അള്ളാഹു നിശ്ചയിച്ച അധ്യാപകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഖുർആൻ പഠിച്ചു. റസൂലുള്ളാഹ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ അധ്യാപകനായി സ്വഹാബത്ത് ഖുർആൻ പഠിച്ചു. ആ സത്യവിശ്വാസികളുടെ സമൂഹം, സ്വഹാബത്തിൽ നിന്ന് ഖുർആൻ പഠിച്ച സത്യവിശ്വാസികളുടെ തലമുറ ഖുർആനിന്റെ പഠനത്തിൽ നിന്ന് പിന്നോക്കം പോയി. ഇന്ന് മുന്നിൽ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉറക്കെ പാരായണം ചെയ്യുന്ന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന നമസ്കാരങ്ങളിൽ ആയത്തുകൾ ഉദ്ധരിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൾ ചിതറിപ്പോകുന്നു. ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ ആലോചന നിമഗ്നരായിത്തീരുന്നു. അവസാനം ഇമാമ് തട്ടി വിളിക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോഴാണ് ഞെട്ടി ഉണരുന്നത്, നമസ്കാരം കഴിഞ്ഞല്ലോ എന്ന്. സഹോദരങ്ങളെ, ഈ ദുരവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാന കാരണം ഖുർആന്റെ പഠനം. ആ രംഗത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. ഖുർആനിന്റെ പഠനരംഗത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള പരാജയം. അവിടെയാണ് ലേണിംഗ് സ്കൂൾ QLSന്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. 2, ഖുർആനിന്റെ പ്രയോഗം, ഖുർആൻ ജീവിതത്തിൽ പകർത്തുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഖുർആൻ പഠിച്ചു. അവിടെ അവസാനിച്ചില്ല. വകാന ഖുലുഖുഹു ഖുർആനൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം, സ്വഭാവം, സംസ്കൃതി ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ വചനങ്ങൾ ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് പരിപൂർണനായ ഒരു വ്യക്തിത്വമായി മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറുകയായിരുന്നു. നമ്മളോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖുലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ആളുകളോട് ഏറ്റവും നന്നായി സംസാരിക്കണം. ഏറ്റവും നന്നായി നിങ്ങൾ ആളുകളോട് സംസാരിക്കണം. എങ്കിലോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കും. ഒരു മനുഷ്യന്റെ സംസാരം അത് നന്നാകുമ്പോഴാണ് അയാളുടെ ജീവിതം, പ്രവർത്തനം നന്നാകുന്നത്. അതുവഴി പാപവിമോചനം സാധ്യമാകും. ഖുർആന്റെ ശ്രദ്ധേയമായ ഒരു വചനമാണ്. ഇന്ന് മതപണ്ഡിതന്മാരുടെ പ്രഭാഷണ വേദികൾ പോലും മലീമസമാണ്. ചിന്തിക്കണം സഹോദരന്മാരെ.
അമാന്യമായ ആക്ഷേപങ്ങൾ നിറഞ്ഞ വ്യക്തിഹത്യകൾ ചെയ്യുന്ന അങ്ങേയറ്റത്തെ പ്രകോപനപരമായ പ്രബോധിതരോട് പോലും പരിഹാസത്തിന്റെയും വിദ്വേഷത്തിന്റെയും ശൈലി സ്വീകരിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാർ ഖുർആനിന്റെ ഈ വചനങ്ങളൊന്ന് വിലയിരുത്തട്ടെ. സാധാരണ ജനം, സത്യവിശ്വാസികളുടെ സമൂഹമെന്ന് നമ്മൾ പറയുമ്പോൾ വാക്കുകൾ, ആളുകളോടുള്ള മാന്യമായ സംസാരം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹഭാഷണം എത്ര സുന്ദരമാണ്, എത്രമാത്രം ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. ആരോടും വിദ്വേഷം വെച്ച് പുലർത്താത്ത, കയർക്കാത്ത, മോശമായി ഒരു മനുഷ്യന്റെയും അഭിമാനം പിച്ച് ചിന്താത്ത പ്രവാചകന്റെ ജീവിത ശൈലി, അത് ഖുർആനാണ്. ഖുർആൻ പ്രയോഗത്തിലെത്തുമ്പോൾ അത് വലിയ വിപ്ലവകരമായ ചലനമുണ്ടാക്കും. ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളിൽ ആയി മാറാൻ ലോകത്തെ 180 കോടിയോളം മുസ്ലിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി മാറുമായിരുന്നു. ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആനാകുമായിരുന്നു. സഹോദരന്മാരെ, 3 പ്രബോധനം, പഠനം, പ്രയോഗം, പ്രബോധനം. ഖുർആനിന്റെ ദഅവ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന്റെ വഹി കിട്ടിയപ്പോൾ അത് സ്വന്തം ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ ഒതുങ്ങി നിന്നില്ല പ്രവാചകൻ. അവിടെ അള്ളാഹുവിന്റെ ഇടപെടൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ ഫറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഖും ഫഅൻദിർ, ഈ വചനം കൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ, താക്കീത് ചെയ്യാൻ, പ്രബോധന രംഗത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ആവശ്യപ്പെട്ടു. അള്ളാഹു തന്റെ ജിബ്രീൽ മുഖേന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ആ ഖുർആന്റെ സന്ദേശം പ്രബോധനം ചെയ്യാൻ ശക്തമായ അള്ളാഹു ആവശ്യപ്പെടുന്നു ഖുർആനിൽ. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു. അള്ളാഹുവിന്റെ റസൂലേ, അല്ലയോ റസൂലേ, താങ്കൾക്ക് എത്തിച്ചു തന്നിട്ടുള്ള സന്ദേശം അത് താങ്കൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്രകാരം താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിരുത്തരവാദിയായി തീരും. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അവരല്ലാഹുവിന്റെ സത്യസന്ദേശം പ്രബോധനം ചെയ്യുന്നവരത്രേ, അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്നവരത്രേ, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരത്രേ. അതാണ് മുഅ്മിൻ, വിശ്വാസി. പ്രബോധന രംഗം. സഹോദരന്മാരെ, ലോകം ഖുർആനിന്റെ അതുല്യമായ മാർഗദർശനം, ലോകം ഖുർആനിന്റെ മഹാവെളിച്ചം, ലോകം ഖുർആനിന്റെ വൈരുദ്ധ്യങ്ങളില്ലാത്ത മാർഗദർശനം, അവികലമായ സന്ദേശം കാത്തു നിൽക്കുമ്പോൾ സമൂഹങ്ങൾ ജീർണതകൾ കൊണ്ട്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട്, ആത്മീയ ചൂഷണങ്ങൾ കൊണ്ട് തകർന്നടിയുമ്പോൾ അവരുടെ മുമ്പിലുള്ള അള്ളാഹുവിന്റെ ദിവ്യപ്രകാശത്തെ സ്വന്തം ജീവിതത്തിന്റെ കർമ്മസരണിയായി മാറ്റാൻ കഴിയാത്ത നമ്മൾ, അതിന്റെ വാഹകരും വക്താക്കളും പ്രബോധകന്മാരുമായി തീരാൻ മനസ്സിന് ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എത്ര പരാജയമായിരിക്കും. പ്രവാചകന്റെ പിറകിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെടും. ഭയപ്പെടുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ മഹത്തായ ഖുർആൻ സംഗമം, അതിലെ പഠിതാക്കളുടെ കൂട്ടായ്മ ഏറെ സന്തോഷം പകരുന്നതാണ്. ഈ കൂട്ടായ്മയോട് പറയാനുള്ള 3 വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉത്ബോധനത്തിന് വിരാമം കുറിക്കുന്നു. പഠനം തുടരുക, പകർത്താൻ ജീവിതത്തിൽ പ്രയോഗത്തിന് പരമാവധി പരിശ്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണദോഷിക്കുക, ഉപദേശിക്കുക, പ്രബോധന രംഗത്ത് കർമ്മനിരതരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.